Hello guys. Guys, welcome back to my YouTube channel. ഒരുപാട് സ്നേഹമുള്ള ഒരു അമ്മയെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ആളിപ്പോ BB ഹൗസിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ രേണു ചേച്ചിയാണ്. ഓക്കെ, ആക്ച്വലി നമ്മള് പുള്ളിക്കാരെ എപ്പോഴും നെഗറ്റീവ് പറയുന്നതല്ല, ബട്ട് ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ആണ് ഞാനിവിടെ എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നണമെന്നില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ രേണു ചേച്ചി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കണ്ടന്റുകൾ ഇട്ടപ്പോൾ നല്ല നെഗറ്റീവ് ആയിട്ടുള്ള കുറേ കമന്റ്സുകൾ എനിക്ക് വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ അതിനൊന്നും ബോദർ ചെയ്യുന്നില്ല. പക്ഷെ ഈ ഒരു കാര്യം എൻ്റെ കണ്ണിൽ പെട്ടപ്പോൾ എനിക്കത് പറയണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ രേണു ചേച്ചി ഇപ്പോൾ ബിഗ് ബോസ് ഹൗസ് മേറ്റ്സ് തന്നെ പറയുന്നുണ്ട്, അതായത് എല്ലാ ക്യാമറേന്റെ മുന്നിൽ വന്ന് പുള്ളിക്കാർക്ക് ഓൾറെഡി കണ്ടന്റ് കാര്യങ്ങളൊന്നുമില്ല. സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്ന സംഭവം, അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കണ്ടന്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരിക്ക് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പുള്ളിക്കാരി കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, എല്ലാ ക്യാമറേന്റെ മുന്നിൽ പോയിട്ട് സുധിച്ചേട്ട, കിച്ചു, അതുപോലെ തന്നെ ഋതപ്പ, ഇങ്ങനെ ഈ 3 പേരുകൾ എനിക്ക് മിസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അത് BB ഹൗസ് വെളിയിലേക്ക് വിടുന്നില്ല എന്നാണ് തോന്നണേ. കാരണം അതിന്റെ ഹൗസ് മേറ്റ്സ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇത്. ഓക്കെ, കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോ അതുപോലെ തന്നെ കണ്ണാടിയുടെ ഫ്രണ്ടിലൊക്കെ എനിക്ക് മിസ് ചെയ്യുന്നു, നിങ്ങളെ കാണണം എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരി ഇങ്ങനെ കരഞ്ഞ് സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. അല്ലാതെ വേറെ കണ്ടന്റും കാര്യങ്ങളും ഒന്നുമില്ല. ഇത്രയും മക്കളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മക്കളെ മിസ് ചെയ്യുന്ന ഒരു അമ്മ കഴിഞ്ഞ ദിവസം നമ്മുടെ കിച്ചുവിന്റെ ചാനലിൽ ഞാനൊരു വീഡിയോ കണ്ടു. അതായത് ഋതപ്പന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഓക്കെ, 6th ബർത്ത്ഡേ ആയിരുന്നു. സോ കിച്ചു വന്നു. ആൻഡ് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ആക്ച്വലി ഞാൻ ഒരു ഒറ്റ മോളാണ്. അപ്പോൾ എന്താ പറയാ, എന്നെ അങ്ങനെ സ്നേഹിക്കുന്ന എൻ്റെ അനിയനുണ്ട്. എൻ്റെ അനിയനുണ്ട്. പക്ഷെ അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനും കണക്ഷനും ഒക്കെ ഫീൽ ചെയ്തു. അതായത് കിച്ചു വന്ന് ഋതപ്പന് കേക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ആള് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അവന് വേണ്ടി തലേന്ന് വന്നു, കേക്ക് വാങ്ങിച്ചു, അവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഭയങ്കര ആ കുട്ടി അവൻ്റെ അടുത്ത് ഉമ്മയൊക്കെ കൊടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് നല്ല മനസ്സിൽ നല്ലൊരു ഭയങ്കര ഒരു സന്തോഷം, അങ്ങനെ കെയർ ചെയ്യുന്ന അത്രയും ഒരു സ്നേഹം ഉണ്ടല്ലോ എന്നൊക്കെ തോന്നിയിട്ട്. പക്ഷേ ഇത്രയും മിസ് ചെയ്യുന്ന ഒരു അമ്മ BB ഹൗസിൽ ഇരിക്കുമ്പോൾ പുള്ളിക്കാരിക്ക് അറിയില്ലേ സ്വന്തം മോന്റെ ബർത്ത്ഡേ ആന്ന്? അറ്റ്ലീസ്റ്റ് അത് എന്താ പറയാ, അവിടെ BB ഹൗസിലുള്ള ഹൗസ് മേറ്റ്സിനോട് ഷെയർ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ലാലേട്ടൻ കഴിഞ്ഞ ഇന്നലത്തെ എപ്പിസോഡിൽ വന്നിട്ടുണ്ട്, ലാലേട്ടനോട് ഷെയർ ചെയ്തിട്ടില്ല പുള്ളിക്കാരി. അപ്പോ പുള്ളിക്കാരിക്ക് ഇത് അറിയാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ മറന്നു പോയിട്ടാണോ എന്താണോ എന്നറിയില്ല. പക്ഷെ ഈവൻ നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ അതായത് നമ്മളെ അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ബർത്ത്ഡേ പോകുമ്പോ തന്നെ നമ്മൾ എന്താ പറയാ, ഇപ്പം കുറച്ച് പേര് പറയുമായിരിക്കും BB ഹൗസിലെ ഡേറ്റ് അറിയത്തില്ല, സമയം അറിയത്തില്ല എന്നൊക്കെ. പക്ഷെ നമുക്കൊരു ഊഹം, കാൽക്കുലേഷൻ ഉണ്ടല്ലോ. ഇപ്പൊ ഒരു 3 weeks ആയി അല്ലെ, 3 weeks ആയി. അപ്പോൾ എന്നാണെന്നുള്ളതും ബർത്ത്ഡേ എന്നാന്നുള്ളതൊക്കെ ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് റൂംമേറ്റ്സ് അല്ലെങ്കിൽ ഈ ക്യാമറയിൽ പറയുന്നത് പോലെ തന്നെ എൻ്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണെന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യാലോ. അപ്പൊ ഈ പറയുന്ന അത്രയും സ്നേഹമൊക്കെ ഉണ്ടോ എന്നുള്ളതാണ്, എനിക്ക് അതൊന്ന് ഷെയർ ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവരുടെ കൺസേൺ ആണ്. പക്ഷെ അവരല്ലാത്തപ്പോ പറയുമ്പോൾ അത് ഭയങ്കര ഒരു രീതിയായിട്ടും ഇതൊക്കെ ഒരു കണ്ടന്റ് വൈസ് ആയിട്ടാണ് എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇതിനു മുന്നേ ഉള്ള കുറേ ഇന്റർവ്യൂസ് കണ്ടു നോക്കിയാൽ നമുക്കറിയാം. അതായത് രേണു പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിച്ചിട്ടില്ല, എൻ്റെ ഫസ്റ്റ് മാരേജ് ആണ് എന്നുള്ളത് പറയുന്നുണ്ട്, കുറെ ഇന്റർവ്യൂസിൽ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ യൂട്യൂബേഴ്സ് അങ്ങനെ ഇത് സെക്കൻഡ് മാരേജ് ആണ്, ഫസ്റ്റ് ഓൾറെഡി മാരീഡ് ആണ്, എന്നിട്ട് ഡിവോഴ്സ് ആയതാന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പം അത് പുള്ളിക്കാരിയോട് ഡയറക്റ്റ് കുറെ ഇന്റർവ്യൂസിൽ ചോദിച്ചു, അങ്ങനെയൊന്നുമില്ല, ഞാൻ ഒഫീഷ്യലി മാരേജ് ചെയ്തിട്ടുള്ളത് സുധിച്ചേട്ടനെയാണ്, താലി കെട്ടിയതാണെന്നൊക്കെ. പക്ഷേ BB ഹൗസിൽ വന്നപ്പോ പുള്ളിക്കാരി ഫസ്റ്റ് ടൈം, ഇത് സെക്കൻഡ് ടൈം 2 പ്രാവശ്യം ഹൗസിൽ റിവീൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് ലൈവിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് എനിക്ക് തോന്നി പുള്ളിക്കാരി പറയണം എന്ന് വെച്ചിട്ട് തന്നെ പറഞ്ഞതാണ്. അതൊരു നോമിനേഷൻ കഴിഞ്ഞിട്ട്
വന്നൊരു എപ്പിസോഡിലാണ് ചെറുതായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ അനീഷ് അവിടെ ഇരുന്ന് ഡിവോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു സമയം ജെന്യൂനായിട്ട് ഇങ്ങനെ ലൈക് പുള്ളിക്കാരുടെ മനസ്സിലൊരു കഥയൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതായത് BB ഹൗസിൽ വന്നതിന് ശേഷം അപ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട്, എനിക്കും വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു, അതിൽ ഭയങ്കരമായിട്ട് അനുഭവിച്ച ഒരാളാണ്, അങ്ങനെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ നമ്മുടെ സുധിച്ചേട്ടനെ കല്യാണം കഴിച്ചത്, അങ്ങനത്തെ കാര്യങ്ങളും. അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ് ഫ്ലവേഴ്സിൽ വന്നപ്പോൾ കുറെ ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, ഇവിടെ അതായത് ഞാൻ എയർ ഹോസ്റ്റസ് ആയിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ അതും അവിടെ വന്ന് പൊട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഈ മുടിയുടെ എക്സ്റ്റൻഷൻ വെച്ചിട്ടുള്ള നോർമലി അവർ ചെയ്തു തന്നാണ്, പുള്ളിക്കാരി കുളിക്കാതിരുന്നിട്ടും മുടിയിൽ പേനൊക്കെ വന്നിട്ട് ഇങ്ങനെ പൊടി പോലെ അത് സപ്പോർട്ട് ചെയ്തിട്ടാണ് ആദ്യം ഞാനൊരു വീഡിയോ ചെയ്തത്. ആൻഡ് കഴിഞ്ഞ ദിവസം അനുമോളുടെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് പെയിൻ വന്നു എന്നുള്ള കാര്യമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അത് പെയിൻ തന്നെ ആയിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. സോ അങ്ങനെ എന്താ പറയാ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റി. അതൊക്കെ നോർമലി ഓക്കെ നമ്മൾ വിട്ട്, അല്ലെങ്കിൽ നോർമലി ആണ്, അതൊന്നും എടുത്തു പറയേണ്ട കാര്യങ്ങളില്ല. പക്ഷെ എന്തുകൊണ്ട്, എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, എന്തുകൊണ്ട് കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് ഇത്രയും സ്നേഹിക്കുന്ന ഒരമ്മയല്ലേ, അപ്പൊ അമ്മയ്ക്ക് എന്തായാലും അതറിയണമല്ലോ, ഒരു അമ്മയ്ക്കും അച്ഛനും ആയിരിക്കും ഒരു കുട്ടിയുടെ ഏറ്റവും ബർത്ത്ഡേ, അല്ലെങ്കിൽ പുള്ളിക്കാരി പറയുമ്പം ഏറ്റവും കൂടുതൽ റിതപ്പനെയും കിച്ചുവിനെയും ആണ് പുള്ളിക്കാരിക്ക് മിസ് ചെയ്യുന്നത്. സോ പുള്ളിക്കാരിക്ക് അത് പറയാം. പക്ഷെ പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞതോ അല്ലെങ്കിൽ ആരോടും ഷെയർ ചെയ്തതായിട്ട് നമ്മൾ കണ്ടില്ല. സോ അതാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചത്. സോ ആൻഡ് ഐ എം സോ ഹാപ്പി. കിച്ചുവിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. ആ ബ്രദർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടപ്പോൾ സോ ഹാപ്പി. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, അങ്ങനത്തെ ലൈക് ബ്രദർ സിസ്റ്റർ ബ്രദർ അങ്ങനത്തെ ഒക്കെ ഒരു റിലേഷൻഷിപ്പ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് എനിക്ക്. സോ എൻ്റെ ഒരു വീഡിയോ വൈറലായതും അങ്ങനത്തെ ആയിരുന്നു കേട്ടോ. എൻ്റെ ബ്രദർ എന്നെ എടുത്ത് പൊക്കിയിട്ട് എൻ്റെ ഹസ്ബൻഡിന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു കല്യാണത്തിനുള്ള ഒരു ചെറിയ ഷോർട്സ് ഉണ്ടായിരുന്നു. ആ ഷോർട്സ് കുറച്ച് വൈറൽ, അക്കോർഡിംഗ് ടു മൈ ചാനൽ അത് ഇച്ചിരി വൈറലായിട്ടുണ്ടായിരുന്നു. അതായത് 27 ലക്ഷം ആൾക്കാർ കണ്ടിട്ട് ഇത്രയും പോസിറ്റിവിറ്റി കിട്ടിയ ഒരു ഷോർട്സ് ആയിരുന്നു കേട്ടോ അത്. അങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് ഇത്രയും കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച ആ ഒരു വീഡിയോയിലൂടെയാണ്. അപ്പോൾ എപ്പോഴും അതെനിക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഫീലിങ്സ് വരുന്നത്. സോ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയി. ആൻഡ് ഋതപ്പൻ ഇസ് വെരി ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്, അത്രയും നല്ലൊരു ചേട്ടനെ കിട്ടിയത് കൊണ്ട്. പക്ഷെ ആ അമ്മയ്ക്ക് ഒരിക്കലെങ്കിലും അത് ബിഗ് ബോസിൽ പറയാമായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാമറയിൽ വന്നിട്ട് ഋതപ്പനെ ഒന്ന് വിഷ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. സോ എന്തായാലും അടുത്തൊരു കണ്ടന്റുമായി ഞാൻ വരുന്നത് വരേക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.